എനിക്ക് കുറച്ചായി മലയാള സിനിമയിൽ കണ്ടിട്ട്. തമിഴില് എനിക്ക് ഭയങ്കര തോന്നുന്നു മഞ്ജുവിന്റെ ഒരു കരിയറിൽ വർക്കായ കുറച്ച് സിനിമകളുടെ എണ്ണം കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ് ഇപ്പം മലയാളത്തിൽ കുറച്ച് ആ സജീവമല്ല. മലയാളത്തില് പുള്ളിക്കാരി ഫുള്ള് തമിഴ് തമിഴിലാണ്. തെലുഗു ആണല്ലോ. അപ്പോഴാണ് ഇപ്പൊ അതെ. എമ്പുരാൻ വന്നത്. ഇതില് പ്രിയദർശിനി ആ രാംദാസ് എന്നുള്ള ഒരു കഥാപാത്രം അത്രത്തോളം ഒരു പവർഫുൾ പെർഫോമൻസ് ആയിരുന്നു. അത് ആ ഒരു ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്ന രീതി, അത് പ്രസന്റ് ചെയ്ത രീതി, അത് ആൾക്കാർക്ക് കൈയടിക്കുന്ന ഒരു എന്താ പറയാ ഒരു ചേഞ്ച് ഓവർ ഉണ്ട്. ഒരു സെക്കൻഡ് ഹാഫിൽ മഞ്ചേരി ഒരു ചേഞ്ച് ഓവർ ഉണ്ട്. അവിടെ നിന്ന് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ലൂസിഫറിൽ ടൊവിനോ നടത്തുന്ന സ്പീച്ച് പോലെ ഒരു സ്പീച്ച് കഴിഞ്ഞിട്ടുള്ളൊരു സീൻ ഉണ്ട്. അപ്പോൾ പറഞ്ഞ സ്പോയിലർ ആവും. പക്ഷെ ആ സീനിൽ കിട്ടുന്ന കൈയടി അത് ഏത് തിയേറ്ററിലും ഇപ്പോൾ വേറെ ഏത് സീനിൽ കൈയടി കിട്ടിയില്ലെങ്കിൽ ആ സീൻ എന്തായാലും കൈയടി കിട്ടും. ബിക്കോസ് അതാണ് ആ ക്യാരക്ടർ അവിടെ ചെയ്തു വെച്ചേക്കുന്നത്. സോ അതിനൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്ലേ അത്രയും നന്നായിട്ട് ചെയ്തത് കൊണ്ടാണ് അവിടെ അത് ഡെലിവറി ചെയ്ത് വരുന്നത്. കാരണം ആ ക്യാരക്ടർ എലിവേഷൻ അങ്ങനെയാണ്. മുരളി ചെയ്തേക്കുന്ന അത്രയും കൃത്യമായിട്ട് അവർ മീറ്റർ വെച്ച് എല്ലായിടത്തും പോയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ പ്രത്യേകിച്ച് ആ ചെയ്തത്. ഡയലോഗ് റൈറ്റിങ്, സംഭാഷണങ്ങൾ നല്ല വളരെയധികം ഷാർപ്പായിട്ടുള്ള സംഭാഷണങ്ങളായിരുന്നു. ഒരു സ്ഥലത്ത് പോലും നമുക്ക് സ്ക്രിപ്റ്റിംഗിൽ കൺഫ്യൂഷൻ വരുന്നില്ലല്ലോ. അതെ. കാരണം ഇപ്പൊ പല തലങ്ങളിൽ കഥ പോയിട്ടാ വരണമെങ്കിലും ഭയങ്കര ക്ലാരിറ്റിയാണ്. തിരിച്ച് ഇപ്പുറത്തോട്ട് കണക്ട് ചെയ്യുന്ന സീനുകൾക്ക് നല്ല ക്ലാരിറ്റിയാണ് കിട്ടുന്നത്. ഒരു ഡയലോഗിൽ പോലും കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചില ഈ കട്ട് ബാക്ക് ടു വരുന്ന സിനിമകളിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഓഡിയൻസിന് കണക്ഷൻ കിട്ടാതെ വരും. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. അത് അത്രയും ഷാർപ്പായിട്ട് സ്ക്രിപ്റ്റിങ്ങിൽ അവർ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കൂടുതലും ഹിന്ദി സംഭാഷണങ്ങളും ഇംഗ്ലീഷ് സംഭാഷണങ്ങളും ആയിരിക്കും വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു മലയാളി ഓഡിയൻസിന്റെ മുന്നിൽ അത്തരത്തിലൊരു സിനിമയെ പ്ലേസ് ചെയ്യുമ്പോൾ കൂടുതലും ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംഭാഷണവും കലർന്നു വരുമ്പോൾ മലയാളികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലാംഗ്വേജ് പ്രശ്നം ലാംഗ്വേജിന്റെ പ്രശ്നമല്ല, അല്ല, ഈ നമ്മൾ കൂടുതലും അങ്ങനെ ക്യാരക്ടർ ഇപ്പം മലയാളം അതർ ഈ രണ്ടും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രശ്നം ഒരിക്കലും സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് മലയാളം പ്രേക്ഷകർക്ക് അങ്ങനെ വരുന്നില്ല. അത് എന്ന് വെച്ചാൽ നമ്മൾ സിനിമയുടെ തമിഴ് ആവശ്യമില്ല. സിനിമകളിൽ ഇപ്പോ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് തമിഴിലേക്ക് ഷിഫ്റ്റ് ആവുന്ന ഒരു പോലെ ഒരു റീഡബ് ചെയ്യുന്ന ഒരു ഫീൽ വരാം. ഇപ്പോൾ ഇംഗ്ലീഷ് പറയുന്ന ആളും അതും തമിഴ് പറയുന്ന, അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമയുടെ ഒറിജിനാലിറ്റി അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു അവർ പറയുന്ന ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ അവർ ഒറിജിനൽ ലാംഗ്വേജ് തന്നെ അത് സംസാരിക്കണം. തീർച്ചയായിട്ടും ഒറിജിനൽ ലാംഗ്വേജ് തന്നെ സംസാരിക്കണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുഴച്ചു നിൽക്കും. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഒരു അവർ pan Indian- പ്ലേസ് ചെയ്തേക്കുന്നത് അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു ഇപ്പോ നാലിച്ച് നോക്കുന്ന ഇപ്പൊ അതേ ക്യാരക്ടേഴ്സ് തന്നെ മലയാളം പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ പറയുന്നത് ക്രിഞ്ചാണെന്ന്. അതെ അതെ. അതെ. അല്ല, മലയാളം പറയണമെന്നല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചപ്പോ അതൊരു ഇപ്പം അല്ല, കൂടുതൽ അങ്ങനെ അതർ ലാംഗ്വേജ് കയറി വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല സാധനം. കാരണം അതാ അവിടെ ആവശ്യപ്പെടുന്നത് അതാണ്. അത് ആവശ്യപ്പെടുന്ന രീതിയിലാണ് സ്ക്രിപ്റ്റിംഗ് ചെയ്തേക്കുന്നത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ലാംഗ്വേജ് ഹിന്ദി ഇംഗ്ലീഷൊക്കെ കയറി വന്നെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. കാരണം അത് കൃത്യമായിട്ട് അത് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ മനസ്സിലാക്കാത്ത ആൾക്കാർക്ക് പലതും മനസ്സിലാവില്ല. ചിലപ്പം മുരളിച്ചേട്ടൻ എഴുതിയുന്ന പല ഈ മലയാള വാക്കുകളുടെ അർത്ഥം പോലും മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാവും. ഇത്രയും വലിയ വാക്ക് നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഇത്രയും കടുകിട്ടിയ വാക്ക് എന്താണ്, അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അതും പറയും. പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആസ് എ ഓൾ സിനിമ എന്ന് പറയുന്നത്, സിനിമയ്ക്ക് ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. അങ്ങനെയാണെങ്കിൽ മലയാളികൾ കൊറിയൻ പടം ഇരുന്ന് കാണില്ല. ഏറ്റവും കൂടുതൽ മലയാളികൾ OTT-യിൽ നിന്ന് വെബ് സീരീസും ഇംഗ്ലീഷ് വെബ് സീരീസും നമ്മൾ കണ്ടുപിടിക്കുന്ന അത്രയും ഭാഷകൾ, നമ്മൾ കാണുന്ന അത്രയും ഭാഷ സിനിമകൾ വേറെ ഒരാളും കാണുന്നില്ല, വേറെ ഒരു റീജിയണൽ ആൾക്കാരും കാണുന്നില്ല. മലയാളികൾ എന്ന് പറയുന്നത് എപ്പോഴും പുതിയത് നല്ലത് എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി അത് പോയി കാണുന്ന ആൾക്കാരാണ്. അവിടെ ലാംഗ്വേജ് ഒരിക്കലും പ്രസക്തിയല്ല. ഇവൻ കൊറിയൻ സിനിമ ഏറ്റവും കൂടുതൽ ജനപ്രിയമാക്കിയത് മലയാളികളാണ്. മനസ്സിലായി. അതേപോലെ ജാപ്പനീസ് ആനിമേ മൂവീസ് ഒക്കെ ഇവിടുത്തെ PVR റിലീസ് ആവുന്നുണ്ട്. തെലുഗു പടങ്ങൾ ഇപ്പൊ എല്ലാവരും തെലുഗ് അറിഞ്ഞിട്ടുള്ള എല്ലാവരും തെലുഗു പടം കാണുന്നത് അല്ല. തമിഴ് നമ്മൾ എന്താ കുറെ നാളായിട്ട് നമ്മൾ തമിഴ് പടം കണ്ട് ശരിക്കും ഇവിടെ തമിഴ് ഡബ് ചെയ്താ വന്നിട്ടിരുന്നു. പക്ഷെ തെലുങ്ക് തമിഴ് സിനിമ പോലും മലയാളം ഡബ് ചെയ്ത് വന്നിരുന്നു. പക്ഷെ തമിഴ് സിനിമ നമ്മളിപ്പോ ഒരു നൈബർഹുഡ് എന്താ പറയാ നമ്മുടെ തന്നെ ഭാഷ പോലെ സ്വീകരിക്കാൻ തുടങ്ങി. ഹിന്ദി പടം പോലും ഹിന്ദി സിനിമാസ് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഷാറുഖ് അമീർ ഖാൻ പടങ്ങൾ വന്നാൽ നമ്മൾ ഫസ്റ്റ് പോയി കാണും. സോ എനിക്ക് ലാംഗ്വേജ് ഒരു ബാരിയർ അല്ല. ആ സിനിമയ്ക്ക് ആ ലാംഗ്വേജ് ആ ഒരു വലിപ്പം കാണിക്കണേണ്. ആ സിനിമയുടെ ഇപ്പൊ നമ്മളുടെ ഒരു ക്യാരക്ടറെ കാണിക്കുമ്പോൾ അയാൾ ഹിന്ദിക്കാരനാണ്, ആ ഒരു ബോംബെയിലാണ് അതിന്റെ കഥ നടക്കുന്നത്, UP-ലാണ് കഥ നടക്കണമെങ്കിൽ അയാൾ ഹിന്ദി സംസാരിച്ചു പറ്റുള്ളൂ. അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത രീതിയിൽ അത് ചെയ്തതാണ്. അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ് ആക്ച്വലി. അല്ലാതെ നമ്മള് അവരെ കൊണ്ട് മലയാളം പറയിപ്പിച്ച് മലയാളം പറയിപ്പിക്കണമെന്ന് അങ്ങനെ ഉദ്ദേശിച്ചില്ല കേട്ടോ. മലയാളം പറയിപ്പിക്കുകയാണെങ്കിൽ ഇതുപോലെ ക്രിഞ്ചാവും. ഉദ്ദേശിച്ചത് കൂടുതൽ അതർ ലാംഗ്വേജസ് വന്നേക്കുന്നത് ഒരു പ്രശ്നം എന്നുള്ള രീതിയിലുള്ളതല്ല. അതിനെ എങ്ങനെയായിരിക്കും മലയാളി പ്രേക്ഷകര് അക്സെപ്റ്റ് ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഒരിക്കലും അത് ഒരു ഡൗട്ട് തോന്നേണ്ട കാര്യമില്ല. മലയാളികൾക്ക് അങ്ങനെ ഒരു ഇതില്ല.
വൃത്തിയായിരിക്കണം എന്നുള്ളതാണ്. ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഏച്ചുകെട്ടി കഴിഞ്ഞാൽ അപ്പം പ്രതികരിച്ചിരിക്കും. ഇപ്പൊ ഡബ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതപ്പം തന്നെ പ്രതികരിച്ചിരിക്കും. ആ സമയത്ത് അത് ഡയറക്റ്റ് ആ ലാംഗ്വേജ് ആയിട്ട് സത്യം, ഡബ് ചെയ്തൊന്ന് പൃഥ്വിരാജ് പോലും ഡയറക്ടർ അങ്ങനെ ചെയ്ത് കളഞ്ഞല്ലോ, നമുക്ക് എന്താ ഹിന്ദി അറിയില്ലേ, ഇതേ ആൾക്കാർ തന്നെ പറയും. സോ എനിക്ക് തോന്നുന്നില്ല ഹിന്ദി ഇംഗ്ലീഷ് എന്ന അത് ഉപയോഗിച്ചത് കൊണ്ട്, ബിക്കോസ് നമുക്ക് വെബ് സീരീസ് കാണുന്ന ആൾക്കാർക്ക് സുപരിചിതമായിട്ടുള്ള ആൾക്കാരാണ് അതിലുള്ളത് ആക്ച്വലി. അങ്ങനെ പുതിയ ഫേസസ് അല്ല അവരാ. നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്ന നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിലുള്ള ആ പുള്ളി വന്നപ്പോഴേ കൈയടിയാണ്. പുള്ളിനെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ കൈയടിക്കില്ല, പുള്ളിനെ അറിയുന്ന ആൾക്കാരും ഉണ്ട്. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടറൈസേഷൻ എങ്ങനെയാണ്, എന്താണ് ആ ക്യാരക്ടർ നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ മനസ്സിലായാലേ പോലും ആ വിഷ്വലിലൂടെ അത് മനസ്സിലാവുന്നുണ്ട്. ആ ചിലപ്പോൾ അത് നമ്മൾ പറയണത് മനസ്സിലായാലേ പോലും ആ വിഷ്വല് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവിടെ രാജുവേട്ടൻ ആ ഒരു ബ്രില്യൻസ് കാണിച്ചിട്ടുണ്ട്. അയാൾ എന്താണ് അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് അയാൾ ചെയ്യുന്നത്, ആള് ആരുടെ കൂടെയാണ്, ആൾ എന്താ നെക്സ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം വിഷ്വലി വ്യക്തമാണ്. അവിടെ എനിക്ക് തോന്നുന്നില്ല ലാംഗ്വേജ്. പിന്നെ സബ് ടൈറ്റിൽ ഫോളോ ചെയ്യാൻ ചിലവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം, ബിക്കോസ് ഇംഗ്ലീഷ് അത്ര സ്പീഡിൽ സംസാരിച്ച് പോകുമ്പോൾ സബ് ടൈറ്റിൽ ചിലപ്പോൾ അപ്പോൾ പോകുമായിരിക്കും. എന്നാൽ പോലും നമുക്ക് ആ വിഷ്വല് ഹെൽപ്പ് ചെയ്യാം, വിഷ്വലിലൂടെ നമുക്ക് മനസ്സിലാവാം എന്താണെന്നുള്ളത്. വിഷ്വൽ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും വിഷ്വൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര മൈന്യൂട്ട് ആയിട്ട് അത് സിനിമ ശരിക്കും വന്ന് ഒന്നും കൂടി പോയി കണ്ടോക്ക്. ഞാൻ പറയാം ഇതേപോലത്തെ സിനിമകൾ നമ്മൾ ആക്ച്വലി ഒരു പ്രാവശ്യം കണ്ടാൽ പോരാന്ന് ഞാൻ പറയുള്ളൂ. രണ്ടാമതും കൂടി ചുമ്മാ ഒന്ന് കണ്ടു നോക്ക്, ചിലപ്പോ ഒന്നും കൂടി അത് ക്ലാരിറ്റി വരും. നമ്മളിപ്പോ അങ്ങനെയല്ലേ, നമുക്ക് ഒരു സാധനം മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി കണ്ടത് മനസ്സിലാക്കുക. അതാണ് മലയാളികളുടെ ഒരു ശീലം. അല്ലാതെ നമുക്ക് ഇത് കണ്ടിട്ടോ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കില്ല, നമ്മൾ അത് മനസ്സിലാക്കി എടുക്കും. ഇപ്പൊ ലൂസിഫർ ആദ്യമായിട്ട് കണ്ടിട്ട് മനസ്സിലാവാത്ത ആൾക്കാരുണ്ടാവാം, അവര് വീണ്ടും കണ്ട് മനസ്സിലാക്കിയവരുണ്ടാവാം. സോ എല്ലാം ഒറ്റയടിക്ക് മനസ്സിലാവണമെന്നില്ല, ബിക്കോസ് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ഫാൻസാരുടെ കൂടി ഇരുന്ന് കാണുന്നത്. അപ്പൊ ഭയങ്കര ബഹളം, ചില ഡയലോഗ്സ് മിസ്സാവും. ഞാൻ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഒരുപാട് തിയേറ്ററിൽ അതുപോലെ ഫാൻസാരുടെ ബഹളം കൊണ്ട് വീണ്ടും ഞാൻ ഒന്നുകൂടി പോയി കണ്ടിട്ടുണ്ട്. ഫാൻ ഷോയ്ക്ക് പോവായിരുന്നോ നീ? അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ്, ആ ഒരു ഫെസ്റ്റിവൽ ആണ്, ആ ഒരു ഓളം ആ ഒരു സെലിബ്രേഷൻ ആണ്. ഇങ്ങനത്തെ പടങ്ങള് ശരിക്കും പറഞ്ഞാൽ അത് ഫാൻസിന്റെ കൂടെ തന്നെ ഇരുന്ന് ആ ഒരു ഓളം കാണാൻ പിടിക്കാനായിട്ട്. വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനിപ്പോ ഡയറക്ഷൻ തെരഞ്ഞെടുത്ത പോലും ആൾക്കാരെ അതേപോലെ എന്റെ പടം എൻജോയ് ചെയ്യണം. ഏത് സീനിലാണ് ആൾക്കാർക്ക് ഗൂസ് ബംസ് വന്ന് അല്ല, നമുക്ക് അവരെ കൂടെ ഇരിക്കപ്പോഴേ എന്റെ മനസ്സിലാവും. ലൈഫിലെ ഏറ്റവും എനിക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് തിയേറ്ററിൽ ഇരിക്കുന്നതാണ്. ഈ തിയേറ്ററിൽ ഇരുന്നിട്ട് ഇത്രയും പേര് എൻജോയ് ചെയ്യുന്ന അത്, കാരണം അവിടെ നമ്മള് മതം നോക്കുന്നില്ല, അടുത്തിരിക്കുന്ന ആളെ നോക്കുന്നില്ല, ജെൻഡർ നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. ആ സിനിമ കാണുന്നു, ആ സിനിമ നമ്മൾ എൻജോയ് ചെയ്യുന്നു, ആ സിനിമ നമ്മളിൽ ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്നുണ്ടല്ലോ, ആ സിനിമ നമ്മളെ എണീപ്പിച്ച് കൈയടിപ്പിക്കുന്നുണ്ടല്ലോ, അതാണ് ആ സിനിമയുടെ പവർ. അവിടെ ഇതിനകത്ത് നമ്മളിപ്പം ലാലേട്ടന്റെ ഒരു സ്ക്രീൻ പ്രസൻസും അതുപോലെ തന്നെ സ്ക്രീൻ സ്പേസ്, ഇപ്പൊ ലൂസിഫറില് 40 മിനിറ്റ് ആയിരുന്നു ലാലേട്ടന്റെ സ്ക്രീൻ സ്പേസ്. അത് എമ്പുരാനിലേക്ക് എത്തുമ്പോൾ ലാലേട്ടന്റെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടല്ലോ. ഇപ്പോൾ മോഹൻലാൽ എന്നുള്ളൊരു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരു എന്ന് വെച്ചാൽ അസാമാന്യ കഴിവുള്ള ഒരു നടനാണ് മോഹൻലാൽ. ഏത് തരത്തിലുള്ള റോളും കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു അസാമാന്യ നടനാണ് മോഹൻലാൽ. അപ്പം അദ്ദേഹം ഇപ്പം സ്റ്റീഫനിലേക്ക് വരുമ്പോൾ സ്റ്റീഫനിലെ മനസ്സിൽ ഒരുപാട് ഇമോഷൻസ് കടന്നു പോകുന്നുണ്ടായിരുന്നു. വളരെ സട്ടിലായിട്ടായിരുന്നു അതിൻ്റെ ഒരു പെർഫോമൻസ്. അയാൾക്ക് ഒരുപാട് പവറുണ്ട്, പക്ഷെ പുറത്ത് ആ പവർഫുൾ ആണെന്ന് കാണിക്കുന്നില്ല. എന്നാൽ ആ ഉള്ളിലുള്ള ആ പവർഫുൾ ആ ഒരു സ്ട്രെങ്ത് അയാളുടെ നോട്ടത്തിലൂടെ നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അബ്രാം ഖുറേഷിയായിട്ട് വരുമ്പോഴും നമ്മൾ ലാലേട്ടൻ്റെ ആ നോട്ടമാണ് അയാളുടെ ഒരു പവർ നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ ആ ലാലേട്ടൻ്റെ ആ സ്ക്രീൻ സ്പേസിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? കാരണം അബ്രാം ഖുറേഷി എന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഒരു കഥാപാത്രം, ആ ഒരു പവറും സ്ട്രെങ്തും ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീൻ സ്പേസിലാണോ ആ കഥാപാത്രത്തെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? എന്താ തോന്നിയിട്ടുള്ളത്? എനിക്ക് തോന്നിയത് എമ്പുരാൻ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം കഥയല്ല. ഓക്കെ, ആ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അവിടുത്തെ പ്രശ്നങ്ങൾ മറ്റുള്ള ആൾക്കാരിലേക്ക്, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ലാലേട്ടന്റെ ക്യാരക്ടർ കേരളത്തിൽ ഇല്ലെങ്കിൽ പുള്ളീനെ കാണിച്ചിട്ട് കാര്യമില്ല. കേരളത്തിലെ അവസ്ഥ കാണിക്കുന്ന സമയത്ത് അത് കാണിച്ചേ പോരത്തുള്ളൂ. പിന്നെ സലാർ എന്ന സിനിമയിൽ 22 മിനിറ്റാണ് ആകെ പ്രഭാസിന്റെ സ്ക്രീൻ ടൈം. സോ എന്നെ സംബന്ധിച്ചോളം അതിലൊരു ഇമ്പാക്റ്റ് ഇല്ല. ഇപ്പോൾ എന്താ പറയാ, കഥ പറയുമ്പോൾ സിനിമയിൽ വളരെ വളരെ ചുരുങ്ങിയ ടൈമിലാണ് മമ്മൂക്ക വന്ന് കൈയടി വാങ്ങി പോകുന്നത്. ആ സിനിമനെ എലിവേറ്റ് ചെയ്തത് തന്നെ മമ്മൂക്കയാണ്. അതേപോലെ ഒരാളുടെ സ്ക്രീൻ പ്രസൻസ്, ബിക്കോസ് ലാലേട്ടൻ നമ്മൾ പേഷ്യൻ്റ്ലി വെയിറ്റിംഗ് ആയിരുന്നു, ലാലേട്ടൻ എപ്പോൾ വരും എന്നുള്ളത്. ആ പേഷ്യൻസിനെ മാക്സിമം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ തന്നെ വന്നത്. അതിനുശേഷം വരുന്ന ഫൈറ്റ് സീൻസ് ആണെങ്കിലും ഒരു കംപ്ലീറ്റ് ഒരു ഫാനും മാക്സിമം സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു വിഷ്വലാണ് അവിടെ, വിഷ്വൽ ട്രീറ്റ് ആണ്. ഫോറസ്റ്റിലുള്ള ഫൈറ്റ് സീൻ തീർച്ചയായിട്ടും അത് ചെയ്തിട്ടുണ്ടല്ലേ.